നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സെമി ഗ്രേവിയോട് കൂടിയ പോർക്ക് റോസ്റ്റ് റെസിപ്പിയാണ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇത് പോർക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് 1 കിലോ. ഇതുപയോഗിച്ച് പോർക്ക് റോസ്റ്റ് തയ്യാറാക്കിയാൽ 5 പേർക്ക് സെർവ് ചെയ്യാൻ സാധിക്കും. ആദ്യമായി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ, അതായത് 1.5 ടീസ്പൂൺ, ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. ഈ പോർക്ക് റോസ്റ്റിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് അല്പം മുന്നിൽ നിൽക്കണം. അതുകൊണ്ട് നല്ല ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന കുരുമുളക് പൊടിക്ക് പകരമായിട്ട് വീട്ടിൽ പൊടിച്ചത് ചേർക്കുക. അടുത്തതായി ഗരം മസാല 1 ടീസ്പൂൺ. പല കറികൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഗരം മസാല വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗരം മസാല ഇല്ലെങ്കിൽ പകരം മീറ്റ് മസാല ചേർക്കുക. അടുത്തതായി ഉപ്പ് 1 ടീസ്പൂൺ, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി 6 എണ്ണം ചോപ്പ് ചെയ്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ സ്റ്റൗ ഓൺ ചെയ്യാവുന്നതാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം 1/4 കപ്പ് ചേർക്കുക. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നീട് ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ 1 പ്രാവശ്യം കൂടി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഏകദേശം 25-30 മിനിറ്റ് നേരമാണ് വേവിക്കേണ്ടത്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും തുറന്ന് ഒന്ന് ഇളക്കിയിടുക. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നമ്മൾ ഒഴിച്ച വെള്ളം കൂടാതെ പോർക്കിൽ നിന്നും അല്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. പ്രഷർ കുക്കറിൽ വേവിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ തീ കുറച്ച് വെച്ച് അല്പം സമയമെടുത്ത് വേവിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇളക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ടോട്ടൽ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റുകയും അതുപോലെ തന്നെ പോർക്കിന്റെ നെയ്യ് ഉരുകി വരികയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ പോർക്ക് വെന്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പോർക്ക് വേവിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും കാരണവശാൽ വെള്ളം വറ്റിപ്പോവുകയും എന്നാൽ പോർക്ക് വേവാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് വീണ്ടും വേവിക്കുക. ഇനി ഇതിലേക്ക് ഉള്ളി, സവോള അതുപോലെ മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസും വഴറ്റി ചേർക്കാനുണ്ട്. നിങ്ങൾ വാങ്ങുന്ന പോർക്കിന് നെയ്യ് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ നെയ്യ് ഉരുകി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഉള്ളി, സവോളയൊക്കെ വഴറ്റാൻ എണ്ണ ഉപയോഗിക്കുന്നതിന് പകരം ഇതിൽ നിന്നും അല്പം നെയ്യ് എടുത്താൽ മതിയാകും. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് മാറ്റിവെക്കുക. ഇവിടെ ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി 6 എണ്ണം ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 2-3 തണ്ട് കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് പെട്ടെന്നൊന്ന് ഇളക്കിയ ശേഷം ഉടനെ തന്നെ ഇതിലേക്ക് ചെറിയുള്ളി 25 എണ്ണം സ്ലൈസ് ചെയ്തത്, ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തത്, സവോള ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കുക. അതോടൊപ്പം തന്നെ ഉപ്പ് 1 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇത് തുടർച്ചയായിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. ചെറിയുള്ളിയും സവോളയും ഒക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം വഴറ്റാൻ. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയ്ക്ക് പകരമായിട്ട് മീറ്റ് മസാല ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഏകദേശം 1/2 മിനിറ്റ് നേരം ഈ മസാലപ്പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നതിനായിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കുക, തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക. 1/2 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം തീ ഓഫ് ചെയ്യുക. പിന്നീട് ഇത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് ചേർക്കുക. അതോടൊപ്പം തന്നെ 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കുക. അവസാനമായി നാരങ്ങാ നീര് 1/2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടച്ചുവെച്ച് 3 മിനിറ്റ് നേരം കൂടി വേവിക്കുക. ഇതിപ്പോൾ 3 മിനിറ്റ് അടച്ചുവെച്ച് വേവിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കുരുമുളക് പൊടി ചേർത്ത് ഇളക്കിയ ശേഷം ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക.
പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് കുറുകി വരും. കുറഞ്ഞത് 20 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് വെച്ച് ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ആയതിനു ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. പോർക്ക് കഴിക്കുന്നവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.